ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് 40 നിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരും. ആളുകളെ ഇറാനിലെത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ കേസിൽ പ്രതി സബിത് നാസറിനെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ കൊടുക്കുക. അവയവ കടത്തിന് ഇരയായെന്ന് സംശയിക്കുന്ന പാലക്കാട്ടെ ഷമീറിനായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. അപ്ഡേറ്റ് പ്ലീസ്. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. എസ്കേൻ, ഈ നെടുമ്പാശ്ശേരി വഴിയുള്ള അവയവ കടത്ത്, ആ വാർത്ത, അതിലൊരു മുഖ്യ കണ്ണി പിടിയിലായ വാർത്ത ആദ്യം പുറത്തുവിട്ടത് 24 ആണ്. ഇപ്പോൾ അതിന്റെ മുന്നോട്ടുള്ള പോക്ക് പോലീസ് കാര്യക്ഷമമായി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ആ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോവുകയാണ് പോലീസ്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ കൂട്ടാളികൾ ആരൊക്കെ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമം പോലീസ് നടത്തുന്നത്. മറ്റൊന്ന്, പാലക്കാട് സ്വദേശി ഒരു ഷമീറുണ്ട്. ഈ ഷമീറും അവയവം ദാനം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് എന്നൊരു വിവരം ഇപ്പോൾ പോലീസിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിന്റെ അന്വേഷണം ഹൈദരാബാദിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യത കാണുന്നു. അതേസമയം തന്നെ ഇപ്പോൾ പിടിയിലായ ഈ പ്രതി സാബിത്ത് ഇതിലൊരു രണ്ടാം നിര ഏജന്റാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഈ ആളുകളെ ഇറാനിലേക്ക് എത്തിക്കുന്നു. ഇറാനിലെ ആശുപത്രിയിൽ, ഫരീദ് ഖാൻ ആശുപത്രിയിൽ വെച്ച് ഈ അവയവങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം കൊണ്ടുപോകുന്നത് വ്യാജമായ രേഖകളുടെ പിൻബലത്താലാണ്. കൊണ്ടുപോകുന്നു, തിരികെ കൊണ്ടുവരുന്നു. ഇതായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ കേസ് NIA പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇറാനിൽ ഇപ്പോൾ പ്രസിഡന്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ ഒരു പ്രശ്നം ഒന്ന് മാറിയാൽ, ആ പ്രശ്നം തൽക്കാലം ഒന്ന് ഒതുങ്ങിയാൽ ഇന്ത്യൻ എംബസി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണവുമായി ബാക്കി കാര്യങ്ങൾ അവിടെ ഇറാനിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും നമ്മൾ കരുതിയതുപോലെ തീരെ ചെറിയ മീനുകളല്ല സാബിത്തും കൂട്ടാളികളും. അവർ വലിയ രീതിയിൽ ഈ അവയവ കച്ചവടം ഇന്ത്യ കേന്ദ്രീകരിച്ച് ഇറാനിൽ എത്തിച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. പലപ്പോഴും ഇത്തരക്കാരെ കാണുമ്പോൾ വഴിമാറി പോകേണ്ട അവസ്ഥയുണ്ട്. കണ്ണ് തപ്പിയ ചെല്ലുപോലെ അടിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.